നിലമ്പൂരുകാർക്കാകെ ഏറ്റവും കൂടുതൽ താരതമ്യേന ജോലി കുറഞ്ഞൊരു തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം അങ്ങ് ശ്രദ്ധിച്ചാൽ മതി, നിലമ്പൂരുകാരനായ ഗസൽ മാന്ത്രികൻ ഷഹബാസ് അമൻ അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അംഗത്തോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ആളല്ല. ഷഹബാസ് അമൻ സഖാവ് സ്വരാജിനെ കുറിച്ച് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ സഖാവ് സ്വരാജ് നിലമ്പൂരിൽ നിന്ന് ഞാൻ വോട്ട് ചെയ്യുമെന്ന് മാത്രമല്ല, നിലമ്പൂരിൽ എന്ത് സംഭവിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തിന്, മൂന്നാം ഭരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നാണ് നിലമ്പൂരുകാരനായ ഷഹബാസ് അമൻ പറഞ്ഞത്. ഷഹബാസ് അമൻ മുതൽ നിലമ്പൂർ ആയിഷ വരെ, കെ സച്ചിദാനന്ദൻ മുതൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുതൽ മയ്യഴിയുടെ കഥാകാരനായ എം മുകുന്ദൻ വരെ, ലോക കേരളത്തിൻ്റെ പ്രതീകങ്ങളായ എല്ലാ മനുഷ്യന്മാരും ഇതേപോലെ ഞങ്ങൾ എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചോ അത് ഞങ്ങളെക്കാൾ മുമ്പേ ഞങ്ങൾക്ക് വേണ്ടിയും ഇടതുപക്ഷത്തിന് വേണ്ടിയും സഖാവ് സ്വരാജിന് വേണ്ടിയും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് താരതമ്യേന ഞങ്ങൾക്ക് ജോലി കുറഞ്ഞ തെരഞ്ഞെടുപ്പാണിത്. അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിറവ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് കേരളം അഭിമാനത്തോടു കൂടെ സഖാവ് സ്വരാജിനെ കേരള നിയമസഭയുടെ അംഗത്വത്തിലേക്കും അതുവഴി ഇടതുപക്ഷ ഭരണത്തിൻ്റെ തുടർച്ചയിലേക്കും കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. കുറേ ദിവസമായിട്ട് ആളുകളായിട്ട് നേരിട്ട് സംവദിക്കുകയാണല്ലോ, അപ്പോൾ അവരുടെ ഒരു മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്വരാജ് സാറിന് അനുകൂലമായ നല്ല അഭിപ്രായമാണ് ഓരോ സ്ഥലത്തുനിന്ന് വരുന്നത്. കേരള നിയമസഭയിൽ സ്വരാജ് സാറിൻ്റെ തീക്ഷ്ണമായ മനോഹരമായ ശബ്ദം ഉണ്ടാകണമെന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ നിലമ്പൂരുകാരനും വോട്ട് ചെയ്യാൻ, അവരുടെ ഒരു അഭിമാനം നിയമസഭയിൽ ഉണ്ടാകണം, അവരുടെ ഒരു ശബ്ദം ഉണ്ടാകണം എന്ന ബോധ്യത്തിലാണ് ഓരോ ആളുകളോടും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സ്വരാജ് സാറിന് പിന്തുണ നൽകുന്ന ഒരു വലിയ മനോഹരമായ ഒരു അനുഭവമാണ് ഇവിടുന്ന് ഓരോ സ്ഥലത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്.